നമ്മുടെ പറമ്പിലൂടെ നടന്നപ്പോഴാണ് ഇതുപോലുള്ള കലേഡിയൻ ചെടികൾ അല്ലെങ്കിൽ ചേമ്പ് ചെടി എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. 1000കണക്കിന് വെറൈറ്റീസ് ഓഫ് കലേഡിയം ഉണ്ട്. അപ്പോൾ കലേഡിയത്തിൻ്റെ വേൾഡ് ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത് ഫ്ലോറിഡയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കലേഡിയമോ ഒന്നുമല്ല, നമ്മുടെ പ്ലാന്റ് പ്രൊപ്പഗേഷനാണ്. വളരെ ഈസി ആയിട്ട് ചെടി നമ്മൾ വേർതിരിച്ച് നടുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോഴൊരു നല്ല സമയമാണ്, ഒത്തിരി മഴയൊന്നുമില്ല, ചെടികൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയം കേട്ടോ. ഒത്തിരി മഴയും പാടില്ല, എന്നാൽ ചെറിയ മഴയൊക്കെയാണ് ഈ ഒരു പ്രൊപ്പഗേഷന് പറ്റിയ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് പോലത്തെ CC പ്ലാന്റ്, അതേപോലെ തന്നെ നമ്മുടെ മോൺസ്റ്റർ ഡെലിസിയോസ, പിന്നെ അതേപോലെ മറ്റൊരു പ്ലാന്റ് നമ്മുടെ അഗ്ലോനിമ, ഈ 3 ചെടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഓരോ ചെടിയും പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മാത്രമാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാറുള്ളത്. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഞാനിത് ചട്ടിയിൽ നിന്ന് മാറ്റി വേറൊരു ചട്ടിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ തന്നെ ഇന്ന് വേർപെടുത്തിയപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കുറേ കുഞ്ഞ് തൈകളുണ്ട്. അപ്പോൾ ഞാനിതൊരു കുറച്ച് ഒരു ചട്ടിയിൽ ഒരു 2-3 തൈയായിട്ടൊക്കെയാണ് നടുന്നത്. കാരണം അത്രത്തോളം ഉണ്ട് ഒരു ചട്ടിയിലുള്ള ഈ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഓക്സിജൻ ഗിവിങ് പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് മെയിൻലി നമ്മൾ വെക്കാറുള്ളത്. നല്ല ഒരു ഓക്സിജൻ തരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിലെ എയറിനെ പ്യൂരിഫൈ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ചെടിയാണ് ഈ സ്നേക്ക് പ്ലാന്റ്. അപ്പോൾ ഇൻഡോറിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലാന്റാണ്. നമ്മുടെ നാസ അക്രഡിറ്റ് ചെയ്തേക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ഓക്സിജൻ ഗിവിങ് പ്ലാന്റിലൊന്നാണ് നമ്മുടെ ഈ CC പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് വേറൊരു ചട്ടിയിലേക്ക് ഇതേപോലെ വേര് വേർപെടുത്തി അങ്ങ് നട്ടു വെച്ചാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ നടുമ്പോൾ ഒരു നല്ല കൊക്കോപ്പിറ്റും മണ്ണും മണലും ചാണകപ്പൊടിയും കൂടെ അല്ലെങ്കിൽ എല്ലുപൊടിയോ മിക്സ് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അടുത്ത ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോൺസ്റ്ററ പ്ലാന്റാണ്. ഈ മോൺസ്റ്ററയുടെ ടോപ്പ് കട്ടിങ്സ് ഏരിയൽ റൂട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കട്ട് ചെയ്ത് വേറെ ചട്ടിയിലേക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് ഇതുപോലത്തെ ഒരു ചകിരി കൊണ്ടുണ്ടാക്കിയ ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ മോസ്റ്റിക്കോ ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അത് സപ്പോർട്ട് ചെയ്ത് പിടിച്ച് കയറി വളർന്നോളും. ഇത് കണ്ട് ഇപ്പം ഞാൻ ഈ സപ്പോർട്ടിങ് ആയിട്ടായി ഈ ചകിരി കൊണ്ടുള്ള ഈ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ഞാനൊരു കട്ടിങ്സ് എടുത്താണ് ഈ മോൺസ്റ്റർ പ്ലാന്റിൻ്റെ കേട്ടോ. അപ്പോൾ അതിന് ഏരിയൽ റൂട്ട്സ് ഇതുപോലെ റൂട്ട്സ് വന്നിട്ടുള്ള ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഈ കമ്പിൽ ഇങ്ങനെ പിടിച്ച് ഇത് കയറിപ്പോയിക്കോളും. ഇപ്പോൾ ഈ കമ്പൊന്നും വേണ്ട ആവശ്യമില്ല. ചെറിയൊരു PVC പൈപ്പ് എടുത്തിട്ട് അതിലൊരു കയർ ഇങ്ങനെ ചുറ്റി കൊടുത്താലും മതി, ഇത് പിടിച്ച് കയറിക്കോളും. നല്ല ഭംഗിയായിട്ട് ഇത് നമുക്ക് ബോത്ത് ഇൻഡോറും അതേപോലെ തന്നെ ഔട്ട്ഡോറും വെക്കാൻ പറ്റിയൊരു ചെടിയാണിത്. ഇതും നല്ല ഒരു ഓക്സിജൻ നമ്മുടെ എയറിനെയൊക്കെ പ്യൂരിഫൈ ചെയ്യാൻ കഴിവുള്ളൊരു ചെടി തന്നെ കേട്ടോ മോൺസ്റ്റർ. അടുത്തത് നമ്മൾ നടാൻ പോകുന്നത് നമ്മുടെ ആഗ്ലോനിമയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതിൻ്റെ ഇലകൾ കാണാൻ നല്ല ഒരു ഭംഗിയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ ഈ ആഗ്ലോനിമ എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 2-3 ഷൂട്ടുള്ളതൊക്കെ നോക്കി മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നട്ടു വെക്കുമ്പോഴുണ്ടല്ലോ നല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് വേറെ ചട്ടിയിലാക്കി ഇതുപോലെ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ പോട്ടിംഗ് മിക്സിലേക്ക് ഞാൻ സെപ്പറേറ്റ് ചെയ്ത ഒരു ചെടി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചെടിയാണ് ഇപ്പം വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണും മണലും അതുപോലെ തന്നെ കൊക്കോപ്പീറ്റ് കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. മിക്സ് ചെയ്തൊരു പോട്ടിംഗ് മിക്സിലേക്കാണ് ഇത് ഇറക്കി വെച്ചിരിക്കുന്നത്. ഇതേപോലെ ചട്ടിയുടെ നടുക്ക് ഇങ്ങനെ ഒരു ഹോൾ എടുത്തിട്ട് അതിലേക്ക് ഇറക്കി നല്ലപോലെ വൃത്തിയായി വെച്ചിട്ട് നല്ല പ്രസ് ചെയ്ത് ചെടിയെ ഇങ്ങനെ നിർത്തുക. ഇത്ര മാത്രം ചെയ്താൽ മതി. പിന്നെ ഇത് ആദ്യം നമ്മൾ കൊണ്ടുപോയി പെരുമഴയത്തെങ്കിലും വെക്കല്, ചെറിയ മഴയുള്ള സ്ഥലത്ത്, ഒത്തിരി ഒന്നും മഴ നനയാതെ ചെറുതായിട്ട് വെള്ളം വീഴുന്ന സ്ഥലത്തേ വെക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് നനച്ചു കൊടുക്കാം. ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമ്മുടെ വീടിനകത്തും അതുപോലെ സൈഡിലും പുറത്തും ഒക്കെ വെക്കാൻ നല്ലൊരു ചെടിയാണ് ആഗ്ലോനിമ പ്ലാന്റ്. അതുപോലെ മറ്റ് ചെടികളുടെ പ്രൊപ്പഗേഷനും ഞാൻ ഇനി അടുത്ത വീഡിയോകളിലൂടെയൊക്കെ കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.